എടാ സ്റ്റാൻലി, ഞാൻ കുറേ നേരമായിട്ട് ഈ റോൾ പ്ലേ കാർഡ് കൊണ്ടിരിക്കുക. എനിക്ക് ഇതിലൊത്ത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് നോക്കി, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ, ഒന്ന് നോക്ക്. ഇതിപ്പോ നമ്മൾ എങ്ങനെ ചെയ്യും? സെറ്റിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റൽ വാർഡാണ്. ഹോസ്പിറ്റൽ വാർഡാണ്. ഇപ്പൊ ഈ വാർഡ് ആകുമ്പോൾ പേഷ്യന്റ് ഓൾറെഡി അവിടെ അഡ്മിറ്റഡ് ആയിരിക്കും അല്ലേ? നോൺ കേസ് അൺനോൺ കേസ് ആണ് നീ ഉദ്ദേശിച്ചത്? അത് തന്നെ, ആ സാധനം തന്നെ. എടാ ഇത് നോൺ കേസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കും പേഷ്യന്റിനെ ഡീൽ ചെയ്യും? നമ്മൾ പേര് ആദ്യമേ ചോദിക്കണോ അതോ പിന്നെ ചോദിച്ചാൽ മതി? നമുക്ക് വേണമെങ്കിൽ ക്ലാരിഫിക്കേഷൻ പർപ്പസിന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. നിനക്ക് വേറെ ഡൗട്ട് ഉണ്ട്? ഈ സിനാരിയോ കണ്ടിട്ട് എന്താണ്? ഈ സിനാരിയോയില്ലേ ഈ UTI എഴുതി വെച്ചേക്കുന്നത് എന്തുവാ? UTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കും. അതെന്തുവാ? മറ്റേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഡിസീസ് കണ്ടീഷൻ. ആ സാധനം. ശരി ശരി ശരി. എടാ നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ. ഈ ഒരു ഇന്റർലോക്യൂട്ടർ കാർഡും ഈ ഒരു കാൻഡിഡേറ്റ് കാർഡും വെച്ച്. ഞാൻ ഇന്റർലോക്യൂട്ടറാ, നീ രണ്ട് ചോദ്യത്തിന് ആൻസർ പറ. ഓക്കെ. Nurse, how long should I need to take this medicine? According to me, you should take the medication for 3 weeks. 3 weeks? No, that's not possible, nurse. I don't want it for 3 weeks. Change it to another medicine. I'm sorry, Neeraj. I'm not the authorized person to change your medication. Why are you not the authorized person? I cannot cope up with this medicine. Well, the doctor will help you how to cope up with this. Oh no, nurse. Try to change it, please. Well, I will give you another advice. Is that okay for you? Oh yes, that it's okay. All right. Do you have any concerns regarding this condition? Well, nurse, yes, I have some concerns because I have had an unconscious. Enough is enough. What the hell is wrong with you guys? Please. Jacob, ഞങ്ങൾ ഇത് ചെയ്തു നോക്കുക. ഞാനത് കേട്ടോണ്ടിരിക്കുക. ഒരു പരിധിയില്ലേ ഇതൊക്കെ കേൾക്കുന്നതിന്റെ? ഇത് ശരിയല്ലേ ഞങ്ങൾ ചെയ്യുന്നത്? ഇത്രയും നാൾ റോൾ പ്ലേ ചെയ്തിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചു? all of a sudden, according to me, must, authorized person, cope up. Oh my god, seriously, this is really embarrassing. എന്താ പ്രശ്നം? ഇത് ഞങ്ങൾക്ക് ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല ജേക്കബേ. നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല? ശരി, ഒരു മിനിറ്റ്. റോൾ പ്ലേ കാർഡ് നമുക്ക് അവിടെ തൽക്കാലം മാറ്റി വെക്കാം. According to me, Stanley, let me just ask you, are you Albert Einstein? അദ്ദേഹം എന്തായാലും E=mc² ഒക്കെ പറഞ്ഞു തന്നു. അതെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. And don't tell me you're Nikola Tesla or Abraham Lincoln or Thomas Alva Edison. അപ്പൊ നമുക്ക് അക്കോർഡിംഗ് ടു മീ പറയാൻ പറ്റില്ല? പറയാൻ പറ്റത്തില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. If you have contributed something to the whole wide planet Earth, of course, and if you are a well-renowned person, you can say according to me. ഇനി അതല്ല, if you have not contributed anything, just imagine. അതിന് പകരം ഇനി എന്തോ ചോദിക്കുന്നതായിരിക്കും ഉദ്ദേശിക്കുന്ന മനസ്സിലല്ലേ? തോന്നി. In my humble opinion, in my personal perspective, in my view, in my humble opinion, in my perspective, in my personal view, there are so many sentences like this. Actually, I repeat it once again for you guys, just in case if you have missed them. So that solves it, I guess so, isn't it? Okay. അതുപോലെ തന്നെ cope up. Come on, Neeraj, don't tell me. Cope up കുഴപ്പമില്ല, but that's not the correct way to say it or to pronounce it or to present it. It's like cope with. Rather than using cope up, we do say that. Up വേണ്ട, down മതി. Cope with. പിന്നെന്തായിരുന്നു? ഏതോ ഒരു കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. Must. You are actually playing the part of a nurse, isn't it? And a nurse is a person who should be very humble when talking to a patient, of course, I think so. Alle? A social work sort of setting aanadu. Of course, we're getting paid, but still. ഒരു മനുഷ്യന്റെ ഇമോഷണൽ സെറ്റിംഗ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. നമ്മളെല്ലാവരും നേഴ്സസ് ആയതുകൊണ്ട് മസ്റ്റ് പോലത്തെ കമാൻഡിങ് വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഷുഡ്, മസ്റ്റ്, ഇറ്റ് സീംസ് സോ ഓക്വേർഡ്. Rather than that, you can say, it would be better. It could have been more beneficial. Okay. It could be really advisable if you would have. Those sentences are so cute and so enthusiastic to use. Whenever I use them, I feel like some sort of a personal bonding with the patient. Haven't you guys ever tried that? No. Yeah. Anything else? Let me just ask you. Anyhow, ഈ റോൾ പ്ലേ കാർഡ് ഞാൻ തൊടാതെ എന്തായാലും ഇവിടുന്ന് മാറത്തില്ല. എന്തായിരുന്നു ഞാൻ ഇത്രയും നേരം കൊണ്ട് കേട്ടോണ്ടിരുന്നത്? നോൺ പേഷ്യന്റ്, അൺനോൺ പേഷ്യന്റ്, നോൺ കേസ്, അൺനോൺ കേസ്, സെറ്റിംഗ്, അങ്ങനെ സിനേറിയോ, ഇങ്ങനെ എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം എന്നുള്ളത് പറയാണ്. ഇനിയിപ്പോ എന്നോട് ആ കാര്യത്തിൽ ദേഷ്യപ്പെട്ടാലും സാരമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ ടാസ്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ,
എന്തായാലും ഇപ്പൊ റോൾ പ്ലേ കാർഡിൽ തന്നെ പോകാം അല്ലേ? അപ്പൊ റോൾ പ്ലേ കാർഡ് കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ ഒരു റോൾ പ്ലേ കാർഡ് കിട്ടി ആദ്യം ടാസ്ക് വായിച്ചു നോക്കിയാൽ. അതെ, ഇത് തന്നെ ആ പ്രശ്നം. ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രശ്നം ഇതാണ്. കിട്ടിയില്ല, അതിനു മുമ്പ് ചാടി കയറി എന്റെ മണ്ടയ്ക്കൂടെ അങ്ങ് മേഞ്ഞോളും. റോൾ പ്ലേ കാർഡ് എന്ന് പറഞ്ഞാൽ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെറ്റിംഗ് ഉണ്ട്, അതില് സിനാരിയോ ഉണ്ട്, അതോടൊപ്പം തന്നെ ടാസ്ക്സ് ഉണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സെന്റേഴ്സിലായാലും അല്ലെ ഏത് മെറ്റീരിയൽ എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലും എന്തുമാത്രം ടാസ്ക് കാണും? 4 എണ്ണം കാണും, ചിലപ്പോൾ 6 എണ്ണം കാണും, ചിലപ്പോൾ 8 എണ്ണം കാണും. ഈ ഓക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് വേർഷൻ 2.0 ഇല്ലേ, അതിന്റെ എക്സാമിനേഷനിലോട്ട് പോകുമ്പോഴായിരിക്കും ടാസ്കിന്റെ അയ്യരുകളിയാ. ചിലപ്പോൾ 12 കാണും, ചിലപ്പോൾ 14 കാണും. ഞാനൊന്ന് എഴുതിയതാ, 14 ടാസ്ക് ഉണ്ടായിരുന്നു. 14 ടാസ്ക്? തീർച്ചയായിട്ടും 14 ടാസ്ക്. എന്നാ ചില കാൻഡിഡേറ്റ്സ് വിചാരിക്കും ടാസ്ക് കൂടുതലാണെങ്കിൽ ഒരുപാട് സംസാരിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനല്ല. നമുക്ക് ടാസ്ക് കുറവാണെങ്കിലും നമുക്ക് ഓർഗനൈസ് ചെയ്ത് സംസാരിക്കാം. അതവിടെ ഇരിക്കട്ടെ, നമ്മൾ കോച്ചിങ്ങിനൊക്കെ പല അക്കാഡമീസിൽ പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിൻ്റെതായിട്ടുള്ള കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയും ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയും എന്നൊക്കെ പറഞ്ഞ് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ, അതിനകത്താണ് പ്രൊവൈഡിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പൊ നമുക്ക് ടാസ്കിനകത്തല്ല ശരിക്കും കാര്യം ഇരിക്കുന്നത്. തന്നിരിക്കുന്ന ടാസ്ക് ഏത് രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. ആരും പറഞ്ഞിട്ടില്ല മുകളിലും തുടങ്ങണം, താഴെയും തുടങ്ങണം, ഇടയ്ക്കും തുടങ്ങണം. കുറെ ബുള്ളറ്റ് പോയിന്റ്സും ടാസ്കും തന്നിട്ടുണ്ട്. എന്റെ സൗകര്യം അനുസരിച്ച് 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഓർഗനൈസ് ചെയ്യാം. പക്ഷെങ്കിൽ പ്രസന്റ് ചെയ്യുമ്പം എക്സാമിനർ, അവരെ നമ്മൾ വിളിക്കുന്നത് ഇന്റർലോക്യൂട്ടർ ആയിട്ടാണ്. കാരണം അവിടെ ഒറിജിനലി ആബ്സെന്റ് ആയിട്ടിരിക്കുന്ന പേഷ്യന്റോ കെയററോ കെയർ ഗിവറോ റിലേറ്റീവോ സിബ്ലിങ്ങോ ബൈസ്റ്റാൻഡറോ അവർക്ക് പകരമായിട്ട് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് അവരെ ഇന്റർലോക്യൂട്ടർ എന്ന് വിളിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇന്റർലോക്യൂട്ടർ ഇപ്പം എന്നോട് പോസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ ആദ്യം പറഞ്ഞിട്ട് എന്റെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ട്. ഇനി അതോടൊപ്പം തന്നെ തന്നിരിക്കുന്ന 5 മിനിറ്റ് സ്പീക്കിംഗ് ടൈം കംപ്ലീറ്റ് ടാസ്ക് കവർ ചെയ്തിരിക്കണം. എത്രത്തോളം ടാസ്ക് അപ്രോച്ച് ചെയ്യാമോ അത്രത്തോളം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഈ 5 മിനിറ്റിന് മുമ്പ് നമ്മൾ ടാസ്ക് പറഞ്ഞ് തീർന്ന് ബാക്കി ഒരു 2 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് വെച്ചു, അപ്പൊ നമ്മൾ എന്നാ ചെയ്യും? ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഒഫീഷ്യൽ OET അനുസരിച്ച് പറയുവാണെങ്കിൽ ഈ 5 മിനിറ്റ് സ്പീക്ക് ചെയ്യാനുള്ള ടാസ്ക് അനുസരിച്ചാണ് അവർ റോൾ പ്ലേ കാർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പക്ഷെങ്കിൽ നമ്മൾ 5 മിനിറ്റ് മുമ്പ് നിർത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ ആയിരിക്കും. ഒരു പക്ഷെങ്കിൽ നമ്മൾ ടാസ്ക് വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്കിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പിന്നീട് വരുന്ന ടാസ്കുകൾക്ക് ലെസ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവാം. അല്ലാത്ത പക്ഷം പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, ഒരു എക്സാം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആകെപ്പാടെ ഒരു വെപ്രാളവും മുട്ടടിയും ഇടിനാശവും ഒക്കെ സംഭവിക്കും മനസ്സിൽ അല്ലേ? അപ്പൊ ഒരുപക്ഷെ ആ വെപ്രാളം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി കൊണ്ടായിരിക്കാം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കാം. അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ കാണും. പക്ഷെ അതിനെ കുറിച്ച് ഇപ്പൊ കൂടുതൽ ബോധർ ചെയ്യണ്ട. മതി തിരിച്ച് ടാസ്കിലോട്ട് വരാം. അപ്പൊ ഈ റോൾ പ്ലേ കാർഡ് എനിക്ക് സ്റ്റാൻലി സെറ്റിംഗ് ഒന്ന് പറഞ്ഞു തന്നെ. സെറ്റിംഗ് എന്ന് പറയുന്നത് ഈ നേഴ്സ് അല്ലെങ്കിൽ പേഷ്യന്റ് ആ ഭാഗത്തല്ലേ? ആക്ച്വലി ഇതൊരു പ്രാക്ടീസ് സെഷൻ ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ എവിടെ പോയി പ്രാക്ടീസ് സെഷൻ ചെയ്താലും അത് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എക്സാമിനറുടെ ഭാഗവും നഴ്സിന്റെ ഭാഗം, അതാണ് ഇവിടെ പേഷ്യന്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്റർലോക്യൂട്ടറിന്റെ ഭാഗമാണ് പേഷ്യന്റിന്റെ കാര്യം പറയുന്നത്, നഴ്സിന്റെ ഭാഗമാണ് സ്റ്റാൻലി ഇപ്പൊ എക്സാം എഴുതാൻ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത് തന്നിരിക്കുകയാണ്. പക്ഷെ ഒറിജിനലി നമ്മൾ OETയുടെ എക്സാമിനേഷന് പോകുമ്പോഴത്തേക്ക് നമുക്ക് നഴ്സിന്റെ ഭാഗം മാത്രമേ കിട്ടത്തുള്ളൂ. അതിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ സെറ്റിംഗ് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? സെറ്റിംഗ് ഹോസ്പിറ്റൽ വാർഡ്. എക്സാക്ട്ലി, ഹോസ്പിറ്റൽ വാർഡ്. ഇപ്പൊ നോൺ ആണോ അൺനോൺ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ വേണ്ട. ഒബ്വിയസ്ലി ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് വാർഡ് എന്ന് പറയുന്നത്. അതെന്തും ആകാം. മെഡിക്കൽ സർജിക്കൽ വാർഡ് ആകാം, നെഫ്രോളജി വാർഡ് ആകാം, ന്യൂറോളജി വാർഡ് ആകാം, ഏത് വാർഡ് വേണേലും ആകാം. അപ്പം വാർഡുമാണ്. പിന്നെ സിനാരിയോയ്ക്കകത്ത് നിങ്ങളുടെ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. എന്ത്? യു ആർ എ രജിസ്റ്റേർഡ് നഴ്സ്, യു ആർ എ നഴ്സ് മാനേജർ, അല്ലെ യു ആർ എ നഴ്സ് ഇൻ ചാർജ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വാർഡ് എന്ന് പറയുമ്പോൾ ഓബ്വിയസ്ലി യു നോ ദ പേഷ്യന്റ്. എല്ലായ്പ്പോഴും അങ്ങനെ ആകണം എന്നില്ല. ചിലപ്പം നിങ്ങളുടെ കഴിഞ്ഞ ഷിഫ്റ്റിൽ ആ പേഷ്യന്റ് അവിടെ കാണില്ല, രാവിലെ വരുമ്പോഴായിരിക്കും ഹാൻഡ് ഓവർ കിട്ടുന്നത്. അപ്പൊ സ്റ്റാൻലി ഇടയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലേ? അതെ, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പേര് ചോദിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം?
if I'm not wrong, okay, assume ചെയ്യാം പേഷ്യന്റ് പേര് തോമസ് ആണെന്നുള്ളത്. If I'm not wrong, am I speaking to Thomas? This is Nurse Jacob in this particular department who is going to take care of you today. As simple as that. Okay. One of the registered nurses കേട്ട് ഞാനങ്ങ് ബോറടിച്ചു. എന്താന്ന് പറഞ്ഞാല് രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു നഴ്സിനും ഈ ഭൂലോകത്തിൽ ഒരു ആശുപത്രിയിലും ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു രജിസ്റ്റേർഡ് നഴ്സ് ആകണമെങ്കിൽ ഓബ്വിയസ്ലി എനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അല്ലേ? പിന്നെ എന്തിനാ എടുത്ത് ഈ പറയുന്നത് വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് മാറ്റിപ്പിടിക്കുന്നേ, അതല്ലേ ട്രെൻഡ്. ശരി, ഇനി ഇതിന്റെ സിനാരിയോ എന്തുവാന്നൊന്ന് വായിച്ചു കേൾപ്പിച്ചേ. As a 72-year-old patient, you have developed a urinary tract infection after you underwent surgery 4 days ago for cancer. You were commenced on an antibiotic and urine. You live with your husband who has chronic obstructive airways disease and is partially blind and very reliant on you. Despite your condition, he is your biggest concern as he is currently home alone. അത് ഇന്റർലോക്യൂട്ടറിന്റെ ഭാഗം അല്ലേ? അപ്പൊ നമ്മള് ശരിക്കും ഒരു നഴ്സിന്റെ റോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തന്നെയാണ് ഇന്റർലോക്യൂട്ടറിനെ നമ്മുടെ സ്പീക്കിംഗിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർലോക്യൂട്ടറിന്റെ പാർട്ടൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇന്റർലോക്യൂട്ടറിന്റെ ബാധ്യതകൾ അവിടെ എന്താണ്? ഹസ്ബൻഡ് ഉണ്ട് അല്ലെ സ്പൗസ് ഉണ്ട്. സ്പൗസ് വീട്ടില് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആയിട്ട് വീട്ടിലാണ്. അപ്പൊ ഈ പേഷ്യന്റ് ആണ് ഇന്റർലോക്യൂട്ടർ എന്ന് പറയുന്നത്. He or she has developed UTI following cancer of colon. അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ആകാം, ഏത് സാഹചര്യവും ആകാം. അപ്പൊ അങ്ങനെ UTI എന്താന്ന് അറിയത്തില്ല എന്ന് പറയരുത്. ശരിക്കും പറഞ്ഞാൽ എന്റെ നെഞ്ചിടിഞ്ഞു പോയി UTI മറന്നു പോയെന്ന് പറഞ്ഞാൽ. ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തത്, മെഡിക്കൽ അബ്രിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സൽ അബ്രിവേഷൻസ്, ഇതുപോലത്തെ മെഡിക്കൽ അബ്രിവേഷൻസ് നമുക്ക് റോൾ പ്ലേ കാർഡ്സിൽ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചോദിക്കണോ വേണ്ടായോ എന്ന കൺഫ്യൂഷൻ ഇവിടെ വരാൻ പാടില്ല. പിന്നെ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം കിട്ടുമ്പം നമുക്ക് ഇന്റർലോക്യൂട്ടറിനോട് ചോദിക്കാം. പക്ഷെങ്കിൽ അതിപ്പം യൂണിവേഴ്സലി അക്സെപ്റ്റഡും മെഡിക്കലും ആണെങ്കിൽ ചോദിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ നെഗറ്റീവ് അവിടെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാഴികയില്ല. നമ്മൾ ചോദിക്കാൻ പാടില്ലല്ലേ? കാരണം നമ്മൾ നേഴ്സാണ്. അപ്പൊ ആ ഒരു കാര്യം ചോദിക്കുന്നത് നമ്മുടെ പ്രൊഫഷണലിസത്തെയും നമ്മൾ പഠിച്ച പ്രൊഫഷൻ അത് തന്നെയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കഴിവതും അത് ചോദിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എനിഹൗ തിരിച്ചു വരാം. അപ്പൊ ഈ ഒരു കാര്യത്തില് എന്താണ് ട്രൈമെതോപ്രിൻ യൂറൽ എന്ന് പറഞ്ഞ മെഡിക്കേഷൻസ് ഓൾറെഡി പേഷ്യന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. യെസ്, അപ്പം പേഷ്യന്റ് അവിടെ ആക്ച്വലി കൺസേൺഡ് ആണ്. എന്റെ സ്പൗസ് വീട്ടില് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഓഫ് ദി എയർവേസ് ആയിട്ട് കിടക്കുവാണ്. എനിക്ക് എന്താണ് സംഭവിച്ചത്? എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? എന്നെ എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്യാമോ? അത്രയും വലിയ ഉപകാരം. ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ആ സിനാരിയോയിൽ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ നേരിടുന്നത്? കുറെ നേരമായിട്ട് സിനാരിയോ ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ സ്റ്റാൻഡ് ചെയ്യുന്നത്? സിനാരിയോ ശരിക്കും നോൺ കേസിന് അൺനോൺ കേസിനുള്ള ഒരു ഡൗട്ട് ആണുള്ളത്. അങ്ങനെ നോൺ കേസും അൺനോൺ കേസും ഡൗട്ട് വരാൻ പാടില്ല. കാരണം ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡ് സെറ്റിംഗ് കൊടുത്തപ്പോൾ ഞാൻ അതിന്റെ 2 പോസിബിലിറ്റീസും പറഞ്ഞു. ഒരു പക്ഷെങ്കിൽ എന്റെ ഷിഫ്റ്റ് വരാത്ത പേഷ്യന്റ് ആണെങ്കിൽ എനിക്ക് കൺഫർമേഷന് പേര് ചോദിക്കാം, അത് തെറ്റില്ല. ഇനി അതല്ല, എനിക്ക് ഡയറക്ട്ലി വേണമെങ്കിൽ അതിലൊരു അപ്രോച്ച് നടത്താം. ഇനിയും ആ ഒരു അപ്രോച്ച് ഇന്റർലോക്യൂട്ടറിന് ഇഷ്ടമാവുന്നില്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും റൈറ്റ് ഉണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ കറക്റ്റ് ചെയ്യാൻ അവിടെ വേണ്ടിയിട്ട്. അപ്പൊ ഒരുപാട് ഹിഡൻ അജൻഡാസ് ഇതിന്റെ പുറകിലുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് പെർഫെക്റ്റ് രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഏത് രീതിയിൽ നമ്മൾ സംസാരിക്കണം എന്നുള്ള കാര്യം. എന്തെങ്കിലും സിനാരിയോയിൽ വേറെ ഡൗട്ട് ഉണ്ടോ? സിനാരിയോയിൽ വേറെ ഡൗട്ട് ഒന്നുമില്ല. ഇല്ല. നമുക്കന്ന് ഇനി ടാസ്കിലോട്ട് പോകാം. ടാസ്ക് എന്ന് പറയുന്ന ആകെപ്പാടെ 3 ഇതിനകത്ത് തന്നിട്ടുള്ളൂ. ബേസിക്കലി നമ്മൾ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടാസ്ക് കൊണ്ടാണ്. ഫസ്റ്റ് ടാസ്ക് എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? We need to answer the patient's questions in a reassuring manner. നീരജ്, റീഅഷ്വറിംഗ് മാനർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് സിമ്പിൾ അല്ലേ ജേക്കബേ? ഐ ക്യാൻ റീഅഷ്വർ യു ദാറ്റ് ദിസ് മെഡിക്കേഷൻ ഈസ് വെരി ഗുഡ് ഫോർ യു. അല്ലടാ, കറക്റ്റ് അല്ലേ? പിന്നെ ഭയങ്കര കറക്റ്റ്. ഒന്നും മിണ്ടായിരിക്കോ? ഐ ക്യാൻ റീഅഷ്വർ യു. ശരിയല്ലേ? പിന്നെ റീഅഷ്വർ യു കാരണം ഇവിടെ ഇരിക്കപ്പോഴത് ഇല്ല. പിന്നെ എങ്ങനെയാ ഇത് തന്നെയാ പ്രശ്നം പറ്റുന്നത്. ആൻസർ ദ പേഷ്യൻസ് ക്വസ്റ്റ്യൻ ഇൻ എ റീഅഷ്വറിംഗ് മാനർ എന്ന് ഉദ്ദേശിക്കുന്നതേ അവരാ റീഅഷ്വറിംഗ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്നെ ഉദ്ദേശം ഒരുപാടായിപ്പോയി. എനിഹൗ, ഈ റീഅഷ്വറിംഗ് മാനർ, റീഅഷ്വറിംഗ് രീതിയിൽ സംസാരിക്കണം എന്നുള്ള കാര്യമാണ്. എങ്ങനെ നമുക്ക് റീഅഷ്വർ ചെയ്യാം? ഈ വേർഡ് യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് റീഅഷ്വർ ചെയ്യാം? എങ്ങനെ ചെയ്യാം? അറിയില്ല.
അറിയില്ല. അപ്പൊ ഇത് പറയാനായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെയല്ലേ പറയണ്ടേ? ഞങ്ങൾ അങ്ങനെ പഠിച്ചേ. I totally do understand your concern. I can go through your emotional setting. I can feel what exactly you're having in your mind. Please don't worry. Be calm. Being the nurse who's going to take care of you, I'm there for you unless you're discharged. I'll try my maximum to make you comfortable in this particular ward. തൊണ്ടയിലെ വെള്ളം പറ്റി. അതെ, ഇങ്ങനെ തന്നെയായിരുന്നു പറയേണ്ടത്. അല്ലാതെ എന്താ വിചാരിച്ച ഈ റീഅഷ്വറിംഗ് എടുത്ത് അവിടെ ചാമ്പാനാണോ? അതെ. പിന്നെ 5 മിനിറ്റ് തികഞ്ഞില്ല, 5 മിനിറ്റ് മുമ്പ് നിർത്തി പറയാത്തതിന് കാര്യമൊന്നുമില്ല. എന്തോ ഈ റീഅഷ്വറിംഗ് ഫ്രേസസ് ഒക്കെ ഇടയ്ക്ക് ടാസ്കിന് ഇടയിൽ വരാറുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് സ്പീക്കിങ്ങിന്റെ ഇടയ്ക്ക് റീഅഷ്വറിംഗ് മാനർ, റീഅഷ്വറിംഗ് ഫ്രേസസ്, കംഫർട്ടിംഗ് സെന്റൻസസ്, കംഫർട്ടിംഗ് വേർഡ്സ് എല്ലാം യൂസ് ചെയ്യണം. ഇനി എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റിന് മനസ്സിലാകണം ദാറ്റ് വി ആർ വിത്ത് പേഷ്യൻസ്. സോ ഓഫ് കോഴ്സ് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല അതൊരു ഡൗട്ട് ഉള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഇപ്പൊ ആ ഭാഗം ക്ലിയർ. ഇപ്പൊ ആ ഭാഗം ക്ലിയർ. അയ്യോ നന്നായി. രണ്ടാമത്തെ ടാസ്ക് എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? Ask the patient about his or her general health over the last 6 months and how he or she has been coping at home. Exactly. ഈ കോപ്പിംഗ് കേട്ടപ്പോഴായിരുന്നോ കോപ്പ് വിത്ത് ആഡ് ചെയ്തത്? അതെ, തീർച്ചയായിട്ടും എനിക്കും തോന്നി. Ask the patient about his or her general health over the last 6 months and how he or she has been coping at home. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തെങ്കിലും ഒരു പന്തികേട് അതിനകത്ത് തോന്നുന്നുണ്ടോ? മെഡിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചാണോ നമ്മളിവിടെ ചോദിക്കുന്നത്? മെഡിക്കൽ ഹിസ്റ്ററി അവിടെ നിൽക്കട്ടെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ക്വസ്റ്റ്യന്റെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ അടങ്ങിയിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ജേക്കബ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. The first is ask the patient about his or her general health over the last 6 months. That's the first part of the question. Last 6 monthsൽ എങ്ങനെയായിരുന്നു ജനറൽ ഹെൽത്ത് എന്ന കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചോദിക്കാം? വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നു ചോദിക്കാം. എക്സാക്ട്ലി. Were you having any sort of other illness? നമ്മുടെ ഇതിന്റെ എല്ലാം റെക്കോർഡ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പേഷ്യന്റിനോട് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ചോദിക്കുന്നത് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സ്ലീപ്പിംഗ് പാറ്റേൺസിനെ കുറിച്ച് ചോദിക്കാം. തീർച്ചയായിട്ടും സ്ലീപ്പ് പാറ്റേണിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഡയറ്റ് പാറ്റേണിനെ കുറിച്ച്. എക്സാക്ട്ലി, ഡയറ്റ് പാറ്റേണിനെ കുറിച്ച് ചോദിക്കാം. ഞാൻ വന്നിരിക്കാത്ത കുറവായിരുന്നോ? ഡയറ്റ് പാറ്റേണിനെ കുറിച്ച് ചോദിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ what were their favorite pastimes? Who were there to take care of them? ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നോ? നഴ്സിംഗ് ഏജൻസിന്ന് ഒരു റിലേറ്റഡ് ആൾ വന്ന് നോക്കിയിട്ടുണ്ടോ? അതോ സ്വന്തമായിട്ടായിരുന്നോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്? സ്പൗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നോ? ചിൽഡ്രൻ ഉണ്ടോ? അബൌട്ട് ദ ഫാമിലി ഹിസ്റ്ററി, നെയ്ബേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? റിലേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഫേവറേറ്റ് പാസ്റ്റ് ടൈം എന്താണ്? എങ്ങനായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? അതോടൊപ്പം തന്നെ കുറച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കാം. ഈ പറയുന്ന കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ദ ഡയറ്റ് പാറ്റേൺ ആർ നോട്ട് അക്കോർഡിംഗ് ടു ദ ഇൽനെസ്, അപ്പം ആ ഒരു രീതിയിൽ ഡയറ്റ് പാറ്റേൺ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹെൽത്ത് വൈസ് ഉള്ള ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാൻ നമുക്ക് പറയാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാം. ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്താണ്? How he or she has been coping at home. ഏത് രീതിയിലായിരുന്നു അവർ ഇത്രയും നാളും കോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ഹോം നഴ്സിനെ കൊണ്ടാണോ അതോ ആരെങ്കിലും അവരെ പേഴ്സണലി നോക്കാനുണ്ടോ? ഫോളോ അപ്പ് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാറുണ്ടായിരുന്നോ? കാരണം ഈ ഒരു സിനാരിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന്റെ സ്പൗസിന് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. ജേക്കബ്, നമ്മൾ അയാളുടെ കാര്യം ചോദിക്കണം ഇവിടെ. അയാളുടെ കാര്യം ചോദിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേഷ്യന്റ് ഡിസ്ചാർജ് വേണം എന്ന് പറഞ്ഞ് ധൃതിപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഡിസ്ചാർജ് വേണം? കാരണം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സിന്റെ അറ്റൻഷൻ, നഴ്സസിന്റെ അറ്റൻഷൻ, ടൈംലി ഫുഡ്, അതുപോലെ തന്നെ ടൈംലി മെഡിക്കേഷൻസ്, ഇതെല്ലാം കിട്ടുന്ന ഒരിടമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ prompt action അവിടെ ഉണ്ടാകും. കാരണം all the healthcare medical professionals are there, isn't it? അത്രയും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് ആരും നോക്കാതെ ഇല്ലാത്ത വീട്ടിൽ പോയി കിടക്കുന്നത് എന്തോ ഒരു പന്തികേട് അതിനകത്തുണ്ട്. അല്ലെ അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം, പേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കാം. അപ്പൊ തോന്നുന്നില്ല ആ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കണമെന്നുള്ള റെലവൻസി ഉണ്ടെന്ന്? അതെ,
ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ചോദിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് തേർഡ് ടാസ്കിലോട്ട് ഇനിയും പോകാം. ഇനി തേർഡ് ടാസ്ക് എന്താണ്? Sympathize with the patient and try to calm them down by offering home help for the care of the patient's husband or wife. എക്സാക്ട്ലി. അപ്പൊ ഈ പേഷ്യന്റിന്റെ ഏറ്റവും കൂടുതൽ കൺസേൺ ഈ പുള്ളിക്കാരനോ അല്ലെ പുള്ളിക്കാരിക്കോ CA കോളൻ വന്നതിന്റെ അല്ല, അതായത് ക്യാൻസർ ഓഫ് ദ കോളൻ വന്നിട്ട് അതിന്റെ റിക്കവറി പ്രോസസ്സിൽ UTI സംഭവിച്ചു. അതിനനുബന്ധിച്ച് ട്രൈമെതോപ്രിൻ എന്ന ആന്റിബയോട്ടിക്കും യൂറൽ എന്ന മെഡിക്കേഷനും എടുക്കുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അത് ഇച്ചിരൂടെ പ്രൊലോങ് ആകും എന്നല്ല അവരുടെ ഇഷ്യൂ. അവരുടെ ഇഷ്യൂ അവരുടെ സ്പൗസ് വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവരായിരുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അവരെ ആര് നോക്കൂ എന്നുള്ളതാണ്. അപ്പൊ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ടാസ്കിനകത്ത് കൊടുത്തിട്ടുണ്ട് sympathize. Can you please tell me what's the difference between sympathy, empathy and apathy? I hope you guys must be knowing. എന്നാലും ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. സിമ്പതി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവരോട് ഒരു അനുകമ്പ തോന്നണം അല്ലേ? തീർച്ചയായിട്ടും sympathy is like നമുക്ക് അവരോട് അനുകമ്പ തോന്നണം. What do you mean by empathy then? എമ്പതി എന്ന് പറഞ്ഞാൽ ഏകദേശം ആ മീനിങ് തന്നെ അല്ലേ ജേക്കബ്? ഏകദേശം ആ മീനിങ് ആണ്. പക്ഷെങ്കിൽ എംപതി എന്ന് പറയുന്നത് അവർക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിച്ചതിന് തുല്യമായിട്ടുള്ള രീതിയിൽ ഒരു അനുകമ്പയാണ് നമ്മൾ എംപതി എന്ന് ഉദ്ദേശിക്കുന്നത്. And last but not the least, what is apathy? You don't care? Of course, you don't care. Right on track. Apathy എന്ന് പറയുന്നത് I don't care at all. എന്ത് സംഭവിച്ചാലും എനിക്ക് എന്നാണ് lack of interest എന്നതാണ് apathy. Okay. So being nurses always we say one thing. You should speak with sympathy, empathy, but no apathy. So that's really important. അപ്പൊ ഇതിനകത്ത് ക്ലിയർ കട്ട് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്ത് sympathize. ഇനി നമുക്ക് എങ്ങനെ sympathize ചെയ്യാം? Let us assume that this particular patient's name is Thomas once again. So how are we going to sympathize? ഒന്ന് രണ്ട് sentences ഒന്ന് പറയാമോ? Thomas, I can really relate to your feelings, but I'm really sorry that you had to go through such a situation. All right, that would do. In your sentence. Whereas sentence, I can really understand your concern. I will help you. How does that sound? How does that sound? How does that sound? Yes. How does that sound? Yes, what's wrong in that? There's nothing wrong. Don't you think there is something wrong in that? How does that sound? ഇപ്പോൾ ഒരുമാതിരി ഒരു ക്ലീഷേ ആയി മാറിയിരിക്കുക. ആര് നോക്കിയാലും are you having a headache? I'll give you a paracetamol. How does that sound? ഒരു പാരസെറ്റമോൾ ഒരു തലവേദനയ്ക്ക് കൊടുക്കുന്നതിന് എന്തുമാത്രം സൗണ്ടിന്റെ കാര്യം പറയേണ്ടി എന്തുവാ? എനിക്ക് തോന്നുന്നില്ല അത് അവിടെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വേറെ എന്തോ പറയാം? അവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. I hope you are convinced with what I am telling you. I hope you do have a feeling that my suggestions are obviously proven successful. ഏതെല്ലാം രീതിയിൽ നമുക്ക് മാറ്റി മറിച്ചും പറയാമെന്നറിയാം. അല്ലാതെ ചാടി കയറി ഞാനൊരു സജഷൻ പറഞ്ഞു how does that sound? നന്നായിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഈ രണ്ട് സെന്റൻസസ് നീരജ് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ടാസ്ക് റിലേറ്റഡ് ഉണ്ടോ? എനിക്കും തോന്നിയില്ല അല്ലേ? അതാണ് ടാസ്ക് ഡീവിയേഷൻ എന്ന് പറയുന്നത്. തേർഡ് ടാസ്കിന്റെ ഫസ്റ്റ് പാർട്ട് sympathize with the patient and try to calm them down by offering home help. അതാണ് അവിടുത്തെ കീവേഡ്. അവർക്ക് അവരുടെ സ്പൗസിന് വേണ്ടിയിട്ട് ഹോം ഹെൽപ്പ് നിങ്ങൾ ഓഫർ ചെയ്യണം. അല്ലാതെ പേഷ്യന്റിനോട് വെറുതെ സിംപതൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ നീരജ് പറഞ്ഞ രണ്ട് സെന്റൻസും സിംപതൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓഫർ ചെയ്യുന്ന പാർട്ട് എന്ത് ചെയ്യേ? ഒന്ന് രണ്ട് സെന്റൻസസ് പറയാൻ പറ്റുമോ സ്റ്റാൻലി? ഓഫർ ചെയ്യുന്നത് But I'll recommend you for a home help and someone will come and help you with the social works at home. Exactly. പക്ഷെങ്കിൽ വീണ്ടും അവിടെ ഒരു ലൂപ്പ് ഹോൾ ഇട്ടു. എന്താണ് അവിടെ ലൂപ്പ് ഹോൾ ഇട്ടത്? Someone will come. Someone will come in the sense like being a nurse, you are not at all confident of whom you are sending or whom you are recommending to that particular patient. So do you think that it will actually go or like it will actually take place? Well, Jacob, is it necessary that we need to be specific about it? Exactly. നിങ്ങളുടെ പേഷ്യന്റിന്റെ വീട്ടിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പിനോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ മെഡിക്കൽ ഹെൽപ്പിനോ നിങ്ങൾ വിടുവാണെങ്കിൽ ആരെ വിടണം എന്നതിനെ കുറിച്ച് ഒരു പൂർണ്ണ ഗ്രാഹ്യം വേണം. പൂർണ്ണ ഗ്രാഹ്യമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ റെക്കമെൻഡ് ചെയ്ത് വന്നു, അവരവർ ചെയ്യാനുള്ള ജോലി ചെയ്തില്ലെങ്കിൽ അത് ആർക്കാണ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്? Of course, being a registered nurse, it creates problems to you as well as to the hospital management and authorities where you're working.
That's right. തോന്നുന്നില്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ അത് തോന്നുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സ്പീക്കിങ്ങില് ഇങ്ങനെ ചെറിയ ലൂപ്പ് ഹോൾസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും OET ആയാലും IELTS ആയാലും കീവേഡ്സ് എന്ന് പറയുന്ന റീഡിങ്ങും ലിസ്ണിങ്ങും റൈറ്റിങ്ങിലും മാത്രമേ ഉള്ളൂ. അല്ല, സ്പീക്കിങ്ങിലും ഉണ്ട്. നല്ല രീതിയിൽ സെറ്റിംഗ്, സിനാരിയോ, ടാസ്ക് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധത്തിലും സ്പീക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് പ്രൂവൻ ആക്ച്വലി. റോൾ പ്ലേ കാർഡ് കിട്ടുമ്പോഴത്തേക്ക് വെപ്രാളത്തിൽ സിനാരിയോ വായിക്കത്തില്ല, അതിനകത്ത് കീവേഡ്സ് വായിക്കത്തില്ല, ടാസ്ക് വായിക്കത്തില്ല. എളുപ്പമുള്ള ടാസ്ക് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും. പാടുള്ള ടാസ്ക് അല്ലെ എനിക്ക് ഡൗട്ടുള്ള ടാസ്ക് ഞാൻ തൊടത്തേയില്ല, അപ്രോച്ച് ചെയ്യത്തേയില്ല. എന്നിട്ട് എനിക്ക് 5 മിനിറ്റിന് മുമ്പ് ഞാൻ സ്പീക്കിംഗ് നിർത്തി എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നോ. യെസ്, നോ. ഇറ്റ് ഈസ് എ ക്ലിയർ കട്ട് നോ. അപ്പൊ ഈ ഒരു ലാസ്റ്റ് ടാസ്കിനകത്ത് മിസ് ചെയ്ത നീരജിന് മനസ്സിലായി കാണും അല്ലേ? ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗം കൂടെ നോക്കാം. അതായത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് ടാസ്ക്. Give advice about diet and lifestyle to assist the patient to cope better. ഇത് വായിച്ചപ്പോഴെങ്കിലും തോന്നിയില്ലയോ കോപ്പ് അപ്പ് ഇല്ലെന്ന്? ഇത് ഞാൻ ആക്ച്വലി I didn't read that part. You didn't read that. I just skimmed it. സ്കിം ആൻഡ് സ്കാൻ നമുക്ക് റീഡിംഗ് പാർട്ട് എയിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ കേട്ടോ. ബാക്കി ഒരു സബ് ടെസ്റ്റിലും സ്കിം ആൻഡ് സ്കാൻ ഇല്ല. അതുകൊണ്ട് you have to keep your eyes open, all olfactory sensations open whenever you are going for an OET examination. പറഞ്ഞു എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നില്ല. No, Jacob, we really understand. Really? Yes, Jacob. Seriously? Yes, Jacob. Anyhow, so could you please wind up and tell me what exactly are the points that you understood? ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. പറ. Well, we could conclude by saying I hope I clarified all of your doubts. If you have any more concern, you can contact me. All right. സെറ്റിംഗ് സിനാരിയോ ടാസ്കിൽ എന്ത് മനസ്സിലായി? സെറ്റിംഗ് സിനാരിയോ ടാസ്ക് നമ്മൾ ആക്ച്വലി ശരിക്കും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ, നമ്മൾ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ സംസാരിക്കണം. ഇതൊക്കെയാണ് മനസ്സിലായത്. സ്റ്റാൻലി എന്തെങ്കിലും മിസ് ചെയ്തോ നീരജ്? No, it's okay, right. All right. Anyhow, so it seems like you understood what I just told you vaguely. Yes, I നടക്കട്ടെ നിങ്ങളുടെ പ്രാക്ടീസ് നടക്കട്ടെ. ഞാനായിട്ട് ഇനി ബ്ലോക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മടി വിചാരിക്കാതെ ചോദിച്ചോളാം. No, thank you, Jacob. No issues at all. അതെ, ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി. He was really helpful, right? Yes. ഇത് ഒന്നുകൂടി നോക്കിയാലോ? ഒന്നുകൂടി നോക്കാം.